ഹരി ഓം. ഗോപന്മാർ സമർപ്പിച്ച നിവേദ്യം ഭഗവാൻ ഗോവർദ്ധന രൂപത്തിൽ സ്വീകരിച്ചു. ഭാഗവതത്തിലെ ആ ശ്ലോകം കേൾക്കൂ. കൃഷ്ണസ്തു അന്യതമം രൂപം ഗോപവിശ്രംഭണം ഗതഃ ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിം നാദത് ബൃഹത് വപുഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 62 ഗോവർദ്ധനയാഗം. വൃത്തം ശിഖരിണി. ശ്ലോകം 1. കദാചിത് ഗോപാലാൻ വിഹിതമഖസംഭാരവിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഖവമദമുധ്വംസിതുമനാഃ വിജാനന്നപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാൻ അപൃച്ഛ കോ വായം ജനക ഭവതാമുദ്യമ ഇതി. ഗോപന്മാർ ഇന്ദ്രപ്രീതിക്ക് വേണ്ടി ഒരു യാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ സർവശക്തൻ എന്ന് അഭിമാനിക്കുന്ന ദേവേന്ദ്രന്റെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കാനായി ഈ യാഗം ദേവേന്ദ്രന് സമർപ്പിക്കുന്നതിനു പകരം ഗോവർദ്ധന പർവ്വതത്തിന് നൽകാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നന്ദഗോപരെയും മറ്റും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. കഥാചിത് ഒരിക്കൽ ഗോപാലന്മാർ വിഹിത വേണ്ടുന്നതായ കൽപ്പിക്കപ്പെട്ട മഖം യാഗം സംഭാര വിഭവാൻ സംഭാരങ്ങളും വിഭവങ്ങളും സംഭരിക്കേണ്ടുന്ന വിഭവങ്ങളെ നിരീക്ഷിച്ചിട്ട് ദർശിച്ചിട്ട് ത്വം ശൗരേ ശൂരവംശനായ ശ്രീകൃഷ്ണ അങ്ങ് മഖവമധം മഖവന്റെ ഇന്ദ്രന്റെ മതം ഇന്ദ്രന്റെ അഹങ്കാരം ഉദ്വംസിതുമനാഹ നശിപ്പിക്കണമെന്ന് മനസ്സിൽ ധരിച്ച് വിജാനൻ അഭി നന്നായി അറിവുള്ളവനാണെങ്കിലും ഭഗവാൻ സർവശക്തനാണല്ലോ സർവജ്ഞനാണല്ലോ ഏതാൻ എല്ലാം തന്നെ വിനയനായും മൃദുലനായും നന്ദാദി പശുഭാൻ നന്ദഗോപർ ആദി ഗോപന്മാരോട് അപൃച്ഛ ചോദിച്ചു. കോവാ ഇയം ഇത് എന്തിനാണ് നിങ്ങളുടെ ജനകഭവതാം ഉദ്യമ ഇതി. ഹേ പിതാക്കളെ, നിങ്ങളുടെ ഈ ഉദ്യമം എന്തിനാണ്? ഇനി ശ്ലോകാർത്ഥം. ഹേ ശൗരേ ശ്രീകൃഷ്ണ, അങ്ങ് ഒരിക്കൽ ഗോപന്മാർ യാഗത്തിന് വേണ്ടുന്ന വിഭവങ്ങളെ സംഭരിക്കുന്നതായി ദർശിച്ചിട്ട് സർവജ്ഞനായ അങ്ങ് എല്ലാം തന്നെ അറിയുന്നവനാണെങ്കിലും ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണമെന്ന് മനസ്സിൽ നിശ്ചയിച്ച് പിതൃവര്യരെ, നിങ്ങളുടെ ഈ ഉദ്യമം എന്തിനു വേണ്ടിയാണ് എന്ന് നന്ദാദി ഗോപന്മാരോട് സവിനയം മൃദുവായി ചോദിച്ചു. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്, രജോ ഗുണ പ്രധാനിയാണ്. അതിനാൽ ഇന്ദ്രിയങ്ങളിൽ അതീവ ആസക്തനാണ്, സർവശക്തനാണെന്നാണ് ഭാവം. ഈ ദർപ്പത്തെ ഒന്ന് കുറച്ച് ഇന്ദ്രനെ തന്റെ അവതാരം കൊണ്ട് ഉദ്ധരിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു. ശ്ലോകം 2. ബഭാഷേ നന്ദസ്ത്വാം സുതനനുവിധേയോ മഖവതോ മഖോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഖിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാഹി പശവഃ. ഒരിക്കൽ കൂടി. ബഭാഷേ നന്ദസ്ത്വാം സുതനനുവിധേയോ മഖവതോ മഖോ വർഷേ വർഷേ
സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാ ഹി പശവഃ. ബഭാക്ഷേ ഭാഷണം ചെയ്തു, പറഞ്ഞു. നന്ദഗോപൻ ത്വാം അങ്ങയോട്, ഉണ്ണിക്കണ്ണനോട്. സുത നനു അല്ലയോ മകനേ, വിധേയോ വിധിക്കപ്പെട്ടതാണ്. മഗവതോ മകോ മഗവന് ഇന്ദ്രന് ഈ യാഗം. വർഷേ വർഷേ ആണ്ടുതോറും. സുഖയതി സവർഷേണ പൃഥ്വീം പൃഥ്വിയെ ഭൂമിയെ ഇന്ദ്രൻ വർഷം കൊണ്ട് മഴ കൊണ്ട് സുഖിപ്പിക്കുന്നു. നൃണാം മനുഷ്യർ. വർഷായത്തം മഴയെ ആശ്രയിച്ചിരിക്കുന്നു. നിഖിലം ഉപജീവ്യം ഉപജീവനത്തിന് വേണ്ടുന്നതെല്ലാം. മഹീതലേ ഭൂമിയിൽ. വിശേഷാത് വിശേഷിച്ച്. അസ്മാകം നമ്മുടെ. തൃണസലില ജീവിയ പുല്ലും വെള്ളവും കൊണ്ട് ജീവിക്കുന്ന. ഹി പശവഃ ഈ പശുക്കളും. ശ്ലോകാർത്ഥം. നന്ദഗോപൻ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, അല്ലയോ മകനെ, ഇന്ദ്രന് വിധിക്കപ്പെട്ട യാഗം ആണ്ടുതോറും ചെയ്യേണ്ടതാണ്. ഇന്ദ്രൻ ആണ്ടുതോറും മഴ കൊണ്ട് ഭൂമിയെ സുഖിപ്പിക്കുന്നു. മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടതെല്ലാം മഴയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പശുക്കൾ പുല്ലും വെള്ളവും കൊണ്ട് ജീവിക്കുന്നവയാണല്ലോ. ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 14 ശ്രദ്ധിക്കുക. അന്നാദ് ഭവതി ഭൂതാനി പർജന്യാദ് അന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവഃ. ജീവികൾക്ക് അന്നം വേണം. അന്നം മഴയിൽ നിന്നുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. ശ്ലോകം 3. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ധികേതജ്ഞോ സത്യം മഖവജനിതാ വൃഷ്ടിരിതി യദ് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതി. ഒരിക്കൽ കൂടി. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ദികേതജ്ഞോ സത്യം മഖവജനിതാ വൃഷ്ടിരിതി യദ് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതി. ഇതി ശ്രുത്വാ ഇങ്ങനെ കേട്ടിട്ട്. വാചം പിതൂർ പിതാവിന്റെ വചനം, പിതാവിന്റെ വാക്കുകളെ. ഐ ഭവാൻ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ആഹ സരസം സരസമായി പറഞ്ഞു. ദിക് ഏതത് ഇത് കഷ്ടമാണ്, നിന്ദ്യമാണ്, ധിക്കരിക്കേണ്ടതാണ്. നോ സത്യം ഇത് സത്യമല്ല. മഖവ ജനിതവൃഷ്ടിർ ഇധി ഇന്ദ്രൻ വൃഷ്ടി ഉണ്ടാക്കുന്നു, മഴ പെയ്യിക്കുന്നു എന്നത്. യദ് ഏതൊന്ന്. അദൃഷ്ടം ജീവാനാം ജീവികളുടെ കർമ്മഫലമാണ്. സ്രജതി ഖലു വൃഷ്ടിം വൃഷ്ടിയെ മഴയെ സൃഷ്ടിക്കുന്നത്, ഉണ്ടാക്കുന്നത്. സമുചിതാം സമുചിതമായ വൃഷ്ടിയെ. മഹാരണ്യേ വൃക്ഷഃ മഹാവനത്തിലെ വൃക്ഷങ്ങൾ. കിം ഇവ ബലിം ഇന്ദ്രായ ദദതേ എന്ത് ബലിയാണ്, പൂജയാണ് ഇന്ദ്രന് നൽകുന്നത്? ശ്ലോകാർത്ഥം. അല്ലയോ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് പിതാവിന്റെ ഇപ്രകാരമുള്ള
വാക്കുകൾ കേട്ടിട്ട് സരസമായി ഇങ്ങനെ മൊഴിഞ്ഞു: ഇന്ദ്രൻ വൃഷ്ടി ഉണ്ടാക്കുന്നു എന്നത് സത്യമല്ല. അത് ധിക്കരിക്കേണ്ടതാണ്. ജീവികളുടെ കർമ്മഫലം തന്നെയാണ് സമുചിതമായ വൃഷ്ടിയെ സൃഷ്ടിക്കുന്നത്. വൻകാടുകളിലെ വൃക്ഷങ്ങൾ ഇന്ദ്രന് ബലി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കർമ്മഫലം അദൃഷ്ടമാണ്, ദർശിക്കാനാകാത്തതാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ഈശ്വരാധീനമാണ് കർമ്മഫലത്തെ മംഗളകരമാക്കുന്നത്. അതുകൊണ്ട് ഭഗവത് കാരുണ്യത്തിന് ഈശ്വരന്റെ തൃച്ചേവടികളെ തന്നെ ശരണം പ്രാപിക്കുകയേ വഴിയുള്ളൂ. ശ്ലോകം 4. ഇദം താവത് സത്യം യദിക പശവോ ന കുലധനം തദാ ജീവ്യായാസൗ ബലിരചലഭർത്രേ സമുചിതഃ സൂര്യേഭ്യോऽപ്യുത്കൃഷ്ട നനു ധരണി ദേവാക്ഷിതിതലേ തദസ്തേപ്യാരാധ്യ ഇതി ജഗദിഥ ത്വം നിജജനാൻ. ഒരിക്കൽ കൂടി. ഇദം താവത് സത്യം യദിക പശവോ ന കുലധനം തദാ ജീവ്യായാസൗ ബലിരചലഭർത്രേ സമുചിതഃ സൂര്യേഭ്യോऽപ്യുത്കൃഷ്ട നനു ധരണി ദേവാക്ഷിതിതലേ തദസ്തേപ്യാരാധ്യ ഇതി ജഗദിഥ ത്വം നിജജനാൻ. ഇദം താവത്, ഇത് പിന്നെയാകട്ടെ, സത്യം, സത്യം തന്നെയാണ്. യദിഹ, ഇവിടെ യാതൊന്ന്, പശവോ ന കുലധനം, പശുക്കൾ നമ്മളുടെ കുലസമ്പത്താണ്. തത്, അതിനാൽ, ആജീവ്യായ, അവയുടെ ആജീവനത്തിനായി, അസൗ, ഈ ബലിർ അജലഭർത്തേ, ഈ ബലി രക്ഷകനായ പർവ്വതത്തിനായി, സമുചിതഃ, സമുചിതമാകുന്നു, യോഗ്യമാകുന്നു. സൂര്യേഭ്യോ അഭി, ദേവന്മാരെക്കാളും, ഉത്കൃഷ്ട നനു ധരണിദേവ, ബ്രാഹ്മണർ ഉത്കൃഷ്ടരാണല്ലോ. ക്ഷിതിതലേ, ഭൂമിയിൽ. തദാസ്തേ അഭി, അതിനാൽ അവരും കൂടി, അതായത് ബ്രാഹ്മണന്മാരും കൂടി, ആരാധ്യ, ആരാധിക്കപ്പെടേണ്ടവർ ആണ്. ഇതി ജഗദിത ത്വം, അങ്ങ് ഇങ്ങനെ പറഞ്ഞ്, നിജജനാൻ, സ്വന്തം ജനങ്ങളോട്, സ്വജനങ്ങളോട്, ഗോപന്മാരോട്. ശ്ലോകാർത്ഥം. ഇവിടെ പശുക്കൾ നമ്മുടെ കുലസമ്പത്താണ് എന്ന് പറഞ്ഞത് സത്യം തന്നെ. അതിനാൽ അവയുടെ ആജീവനത്തിനായി രക്ഷകനായ ഗോവർദ്ധന പർവ്വതത്തിന് ബലി അർപ്പിക്കുന്നതാണ് സമുചിതം. ഭൂമിയിൽ ബ്രാഹ്മണർ ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരാണല്ലോ. അതിനാൽ അവരും ആരാധന അർഹിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ സ്വജനങ്ങളോട് പറഞ്ഞു. അവതാര പുരുഷനായ ശ്രീകൃഷ്ണൻ പ്രപഞ്ചത്തിലെ മറ്റ് ശക്തികളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രബലരായ ആസുരീക ശക്തികളെ ഒന്നൊന്നായി ഉന്മൂലനം ചെയ്തു. ബ്രഹ്മദേവന്റെ മായാവിനോദത്തെ ജയിച്ചു. അഗ്നിയെ പാനം ചെയ്തു. ഭഗവാൻ ശ്രീഹരി സ്വർവാസികൾക്കും ഇന്ദ്രനും വേണ്ടി ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ദ്രൻ എന്നും ഗർവിഷ്ഠനായി താനാണ് സർവശക്തൻ എന്ന ഭാവത്തിൽ വർത്തിക്കുന്നു. ഈ മിഥ്യാഭിമാനത്തെ ശമിപ്പിക്കാനാണ് ഗോപകരുടെ ഇന്ദ്രയാഗത്തെ ഭഗവാൻ തടയുന്നത്. ശ്ലോകം 5. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേഭി പശുപാ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദദുരുച്ചൈക്ഷിതിഭൃതേ വ്യധുപ്രാദക്ഷിണ്യം സുഭൃശമനമന്നാദരയുതാ ത്വമാദശൈലാത്മാ ബലിമഖിലമാഭീരപുരദഃ
ഒരിക്കൽ കൂടി. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേബി പശുപാ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദദുരുച്ചൈക്ഷിതിഭൃതേ വ്യധുപ്രാദക്ഷിണ്യം സുഭൃശമനമന്നാദരയുതാ ത്വമാദശ്ചൈലാത്മാ ബലിമഖിലമാഭീരപുരതഃ. ഭവത് വാചം ശ്രുത്വാ, അങ്ങയുടെ വചസ്സുകൾ ശ്രവിച്ച്, ബഹുമതിയുധ, ബഹുമാനത്തോട് കൂടിയവരായി, തേ അഭിപശുഭ, ആ ഗോപാലന്മാരും, വിജേന്ദ്രാൻ, ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, അർച്ചന്തോ, അർച്ചിക്കുന്നവരായി, ബലിം അതദുർ ഉച്ചൈ, ശ്രേഷ്ഠമായ ബലിയെ അർപ്പിച്ചു, ക്ഷിതിഭൃതേ, പർവതശ്രേഷ്ഠനായ ഗോവർദ്ധനത്തിനായി, വ്യധുപ്രാദക്ഷിണ്യം, പ്രദക്ഷിണം ചെയ്തു, ആ ഗോവർദ്ധനത്തെ പ്രദക്ഷിണം ചെയ്തു, സുഭൃശം, നന്നായി, അനമൻ, നമസ്കരിച്ചു, ആദരയുധ, ആദരവോടുകൂടി, ത്വം ആദ, അങ്ങ് ഭക്ഷിക്ക കൂടി ചെയ്തു, ശൈലാത്മാ, ശൈലരൂപം ധരിച്ച്, ബലിം അഖിലം, എല്ലാ ബലിയെയും പൂജ്യ ദ്രവ്യങ്ങളെയും, ആഭീര പുരതഃ, ആ ഇടയ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ. ശ്ലോകാർത്ഥം. ശ്രീകൃഷ്ണന്റെ വചസ്സുകൾ കേട്ട് ആ ഗോപാലകർ വളരെയേറെ ആദരവോടുകൂടി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ അർച്ചിച്ചു. പിന്നെ ഗോവർദ്ധന പർവ്വതത്തിനായി ശ്രേഷ്ഠമായ ബലി അർപ്പിച്ച് നന്നായി പ്രദക്ഷിണം ചെയ്തു. പിന്നെ ആദരവോടെ പർവ്വതത്തെ നമസ്കരിച്ചു. അവിടുന്ന് തന്നെ, ശ്രീകൃഷ്ണൻ തന്നെ പർവ്വത ദേവതയായി പ്രത്യക്ഷപ്പെട്ട് ആ ഇടയന്മാരുടെ മുമ്പിൽ വെച്ചു തന്നെ ബലി അർപ്പിതമായ ദ്രവ്യങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപന്മാരോടൊത്ത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ നമിച്ച് ഗോവർദ്ധന പർവ്വതത്തെ പരിക്രമണം ചെയ്തു. പർവ്വതത്തിനായി സമർപ്പിച്ച പൂജാദ്രവ്യങ്ങൾ ഭഗവാൻ തന്നെ ഗോവർദ്ധന പർവ്വതത്തിന്റെ ആത്മരൂപം ധരിച്ച് സ്വയം സ്വീകരിച്ച് ഗോപന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ ഭക്ഷിച്ചു. ഗോപന്മാർ ആനന്ദചിത്തരും വിസ്മയാവഹരുമായി തീർന്നു. ഓർക്കുക, ഗോവർദ്ധന പരിക്രമണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ആദ്യമായി നിർവഹിച്ചത്. അതിനാൽ ഗോവർദ്ധന പരിക്രമണം അതീവ പുണ്യം തന്നെ. ശ്ലോകം 6. അവോചശ്ചൈവം താൻ കിമിക വിദധം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലിമുപഭുങ്ക്തേ സ്വവപുഷാ അയം ഗോത്രോ ഗോത്രദ്വിഷിച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്താ ജഹൃഷുരഖിലാ ഗോകുലജുഷഃ. ഒരിക്കൽ കൂടി. അവോജശ്ചൈവം താൻ കിമിക വിദധം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലിമുപഭുങ്ക്തേ സ്വവപുഷാ അയം ഗോത്രോ ഗോത്രദ്വിഷിച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്താ ജഹൃഷുരഖിലാ ഗോകുലജുഷഃ. അവോചച്ച ഏവം, ഇപ്രകാരത്തിൽ പറയുകയും ചെയ്തു. താൻ അവരോട്, കിം ഇഹ വിദധം, ഇവിടെ അസത്യമായോ, മേ നിഗദിതം, എന്റെ വാക്കുകൾ, എന്റെ വചസ്സുകൾ, ഗിരീന്ദ്രോ യക്ഷ, ഈ ഗിരിശ്രേഷ്ഠൻ, സ്വബലിം ഉപഭുക്തേ നനു, തനിക്ക് അർപ്പിച്ച ബലിയെ ഭക്ഷിക്കുന്നുവല്ലോ, സ്വവപുഷം, സ്വശരീരത്താൽ, അയം ഗോത്രോ, ഈ പർവ്വതം, ഗോത്രദ്വിഷി, പർവ്വതശത്രു ഇന്ദ്രൻ, ച കുപിതേ, കുപിതനായാലും, രക്ഷിതും അലം, രക്ഷിക്കുന്നതിന് മതി,
സമസ്താൻ സമസ്തരെയും. ഇത്യുക്ത ഇതി ഉക്ത ഇപ്രകാരം പറയപ്പെട്ട ജഹുർഷുർ അഖില എല്ലാവരും സന്തോഷിച്ചു. ഗോകുലജുഷ ഗോകുലവാസികൾ, ഗോകുലാശ്രിതരായ ജനങ്ങൾ. ഇനി ശ്ലോകാർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഗോപന്മാരോട് ഇങ്ങനെ അരുളി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അസത്യമായോ? ഇതാ ഈ പർവ്വതം സ്വരൂപം പൂണ്ട് പ്രത്യക്ഷമായി ബലി അനുഭവിക്കുന്നുവല്ലോ. ഇനി ദേവേന്ദ്രൻ കോപിച്ചാലും ഈ പർവ്വതം നമ്മെ എല്ലാവരെയും രക്ഷിക്കുവാനും മതിയാകും. ഇപ്രകാരം കണ്ണൻ പറഞ്ഞതു കേട്ട് ഗോകുലവാസികൾ എല്ലാവരും സന്തോഷിച്ചു. ശ്ലോകം 7. പരിപ്രീതായാതാ ഖലു ഭവതുപേതാ വ്രജജുഷോ വ്രജം യാവത്താവ നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്നപ്യധികരജസാ ക്രാന്തകൃതയോ ന സേകേ ദേവേന്ദ്രക ത്വതുപരചിതാത്മോന്നതിരപി. ഒരിക്കൽ കൂടി. പരിപ്രീതായാതാ ഖലു ഭവതുപേതാ വ്രജജുഷോ വ്രജം യാവത്താവ നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്നപ്യധികരജസാ ക്രാന്തകൃതയോ ന സേകേ ദേവേന്ദ്രക ത്വതുപരചിതാത്മോന്നതിരപി. പരിപ്രീത വളരെ പ്രീതരായ സന്തുഷ്ടരായ, യാഥാ ഖലു എത്തിയപ്പോഴാകട്ടെ, ഭവത് ഉഭേദ അങ്ങയോട് കണ്ണനോട് ഒപ്പം കണ്ണന് സമേതനായി, വ്രജജുഷോ വ്രജവാസികൾ, വ്രജം ഗോകുലത്തിൽ, യാവത് എപ്പോൾ, താവത് അപ്പോൾ, വ്രജവാസികൾ എപ്പോൾ കണ്ണനോടൊത്ത് ഗോകുലത്തിൽ എത്തിയോ അപ്പോൾ, നിജ മഖവിഭംഗം തനിക്കുള്ള യാഗം മുടങ്ങിയത്, നിശമയൻ കേൾക്കുന്നവനായി അറിയുന്നവനായി, ഭവന്തം ജാനന്നഭി അങ്ങയെ ശ്രീകൃഷ്ണനെ അറിയുന്നവനാണെങ്കിലും ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അറിയാമായിരുന്നു എങ്കിലും, അധിക രജസ അധികമായ രജോ ഗുണത്താൽ, ഇന്ദ്രൻ രജോ ഗുണം അധികരിച്ച് കർമ്മേന്ദ്രിയങ്ങൾക്ക് അധീനനായി, ആക്രാന്ത ഹൃദയോ ആക്രമിക്കപ്പെട്ട ഹൃദയത്തോടെ, അഹങ്കാരം നിറഞ്ഞ മനസ്സോടെ, നസേഹേ സഹിച്ചില്ല ദേവേന്ദ്ര ആ ദേവേന്ദ്രൻ, ത്വത് ഉപരചിതാത്മാ ഭഗവാനാൽ കൽപ്പിച്ചു നൽകിയ, ഉന്നതിർ അഭി ഉയർന്ന പദവി ഉള്ളവനായിട്ടും. ഇനി ശ്ലോകാർത്ഥം. ആ യാഗത്തിന് ശേഷം വളരെ സന്തുഷ്ടരായി വ്രജവാസികൾ ശ്രീകൃഷ്ണ സമേതനായി എപ്പോൾ ഗോകുലത്തിൽ മടങ്ങിയെത്തിയോ അപ്പോൾ തന്നെ തനിക്കുള്ള യാഗം മുടങ്ങിയതായി ദേവേന്ദ്രൻ അറിഞ്ഞു. ഭഗവാനെ അറിയുന്നവനാണെങ്കിലും ഭഗവാൻ തന്നെ സ്വയം കൽപ്പിച്ചു നൽകിയ ഉന്നത പദവിയിൽ ഉള്ളവനായിട്ടും രജോ ഗുണത്തിന്റെ ആധിക്യത്താൽ കലുഷിതമായ ഹൃദയമുള്ളവനാകയാൽ ഇത് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ എല്ലാ ഉന്നത പദവികളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ സ്നേഹോപകാരങ്ങളാണെന്ന് നാം അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും നിദാനം ഭഗവത് കാരുണ്യം തന്നെ. ഈ സ്നേഹാമൃത വർഷത്തിന് നാം എപ്പോഴും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. അഹം എന്ന ഭാവത്തിന്റെ കണിക പോലും മനസ്സിൽ കയറിപ്പറ്റാൻ അനുവദിക്കരുത്. ഭഗവാൻ സർവവ്യാപിയും സർവജ്ഞനും സർവദർശിയുമാണ്. ഭഗവാൻ നമ്മുടെ എല്ലാ വൃത്തികളെയും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ശ്ലോകം 8. മനുഷ്യത്വം യാതോ
മധുപിതപിദേവേഷ്വവിനയം വിധത്തെ ചേത്നഷ്ട ത്രിദശ തദസാം കോപി മഹിമാ തദശ്ചധ്വം ശിഷ്യേ പശുപകതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ചേതും സകിലമഘവാ ദുർമദനിധിഃ. ഒരിക്കൽ കൂടി. മനുഷ്യത്വം യാതോ മധുപിതപിദേവേഷ്വവിനയം വിധത്തെ ചേത്നഷ്ട ത്രിദശ സദസാം കോപി മഹിമാ തദശ്ചധ്വം ശിഷ്യേ പശുപകതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ചേതും സകിലമഘവാ ദുർമദനിധിഃ. ക്രുദ്ധനായ ഇന്ദ്രന്റെ മാനസിക വ്യാപാരം ശ്രദ്ധിക്കാം. മനുഷ്യത്വം യാതോ മനുഷ്യത്വത്തെ പ്രാപിച്ചവൻ, മധുഭിത് അഭി മധുവിനെ ഭേദിച്ച ശ്രീഹരി ആണെങ്കിലും, മധുവൈരിയായ ശ്രീഹരിയാണെങ്കിലും, ദേവേഷു അവിനയം ദേവന്മാരിൽ അവിനയനായാൽ, വിനയമില്ലായ്മ കാണിച്ചാൽ, വിധത്തെ ഛേദ് ചെയ്യുന്നു എങ്കിൽ, നഷ്ട ത്രിദശ സദസാം ദേവന്മാരുടെ സദസ്സിനെ നഷ്ടമാകുന്നു. കോപി മഹിമ ആ മാഹാത്മ്യം, തതച്ഛ അതിനാൽ, ധ്വംസിഷേ ധ്വംസിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്, പശുപ ഹതഹസ്യ അധമനായ ഈ ഗോപാലന്റെ ശ്രീയം ഐശ്വര്യത്തെ കീർത്തിയെ, ഇതി ഇപ്രകാരം പ്രവർത്തഃ പ്രവർത്തിച്ചു, ത്വാം ജേതും കൃഷ്ണനെ ജയിക്കാനായിട്ട്, സകില മഘവ ദുർമദനിധിം ദുർമദത്തിന് ഇരിപ്പിടമായ ആ ഇന്ദ്രൻ. ശ്ലോകാർത്ഥം. മധുവിനെ ഭേദിച്ച ശ്രീഹരി തന്നെയാണെങ്കിലും മനുഷ്യത്വം പ്രാപിച്ചവൻ ദേവന്മാരോട് അവിനയം കാണിച്ചാൽ ദേവന്മാർക്കുള്ള മാഹാത്മ്യം നഷ്ടമാകും. അതുകൊണ്ട് ഈ ഗോപാധമന്റെ ഐശ്വര്യത്തെ കീർത്തിയെ ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ദുരഹങ്കാരത്തിന്റെ ഇരിപ്പിടമായ ആ ഇന്ദ്രൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ജയിക്കുന്നതിന് പ്രവർത്തിച്ചു. ശ്ലോകം 9. ത്വദാവാസം ഖന്തും പ്രളയജലതാനംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണ കുലിശമയമഭ്രേപഗമനഃ പ്രദസ്തേന്യൈരന്ദ ദഹനമരുദാദ്യൈർവികസിതോ ഭവന്മായാനൈവ ത്രിഭുവനപതേ മോഹയദികം. ഒരിക്കൽ കൂടി. ത്വദാവാസം ഖന്തും പ്രളയജലതാനംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണ കുലിശമയമഭ്രേപഗമനഃ പ്രദസ്തേന്യൈരന്ദ ദഹനമരുദാദ്യൈർവികസിതോ ഭവന്മായാനൈവ ത്രിഭുവനപതേ മോഹയദികം. ത്വം ആവാസം ഹന്തും അങ്ങയുടെ ആവാസസ്ഥലത്തെ അമ്പാടിയെ നശിപ്പിക്കാൻ, പ്രളയജലധാൻ പ്രളയജലധാൻ പ്രളയ മേഘങ്ങളെ, അംബരഭൂവി ആകാശദേശത്ത്, പ്രഹിണ്വൻ പ്രേരിപ്പിച്ചിട്ട് നിയോഗിച്ചിട്ട്, ബിഭ്രാണ ധരിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട്, കുലിശം വജ്രായുധം, അയം ഇവന്റെ ഈ ഇന്ദ്രന്റെ, അബ്രേ ഇബഗമന അബ്രേ ഇഭം ഐരാവതം, ഐരാവതത്തിന് പുറത്തു കയറി, പ്രദസ്തേ പുറപ്പെട്ടു, അന്യർ അന്തർ അന്യദേവന്മാരുടെ അന്തരാളത്തിൽ മനസ്സിൽ, ദഹന മരുദാധേർ ദഹനൻ അഗ്നി, മരുദ് വായു ആദിയായ ദേവന്മാരുടെ, വിഹസിതോ ഹാസത്തിന് പാത്രമായി പരിഹസിക്കപ്പെട്ട്, ഭവൻ മായ
ഭഗവാന്റെ മായ. ന ഏവ ആരെയാണ്? ത്രിഭുവനപഥേ ത്രൈലോക്യപതിയായ ഹേ ഗുരുവായൂരപ്പ. മോഹയധികം മോഹിപ്പിക്കാത്തത്. ശ്ലോകാർത്ഥം: ഈ ഇന്ദ്രൻ ശ്രീകൃഷ്ണന്റെ ആവാസകേന്ദ്രമായ ഗോകുലത്തെ നശിപ്പിക്കുന്നതിന് പ്രളയമേഘങ്ങളെ ആകാശദേശത്ത് നിയോഗിച്ച് വജ്രപാണിയായി ഐരാവതത്തിനു മുകളിലേറി അഗ്നി, വായു എന്നീ അന്യദേവന്മാരാൽ ഉള്ളുകൊണ്ട് പരിഹസിക്കപ്പെട്ടവനായി പുറപ്പെട്ടു. ത്രിഭുവനപതിയായ ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ മായ ആരെയാണ് മോഹിപ്പിക്കാത്തത്? ശ്ലോകം 10. സുരേന്ദ്രക്രുദ്ധശ്ചേദ് ദ്വിജകരുണയാ ശൈലകൃപയാഭി അനാതങ്കോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിം നായാദോ ഗിരിഭിദിതി സഞ്ചിന്യ നിവസൻ മരുദ്ഗേകാദീശ പ്രണുതമുരവൈരിൻ മമ ഗദാൻ. ഒരിക്കൽ കൂടി. സുരേന്ദ്രക്രുദ്ധശ്ചേദ് ദ്വിജകരുണയാ ശൈലകൃപയാഭി അനാതങ്കോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിം നായാദോ ഗിരിഭിദിതി സഞ്ചിന്യ നിവസൻ മരുദ്ഗേകാധീശ പ്രണുതമുരവൈരിൻ മമ ഗദാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുരേന്ദ്ര ക്രുദ്ധഛേദ്. ഇന്ദ്രൻ കോപിച്ചുവെന്നാൽ ദ്വിജ കരുണയാ ബ്രാഹ്മണരുടെ കാരുണ്യം കൊണ്ടും ശൈല കൃപയാ അഭി പർവ്വതത്തിന്റെ കൃപ കൊണ്ടും അനാതങ്കോ ആതങ്കം ഇല്ലാതെ ക്ലേശം ഇല്ലാതെ അസ്മാകം നമുക്ക് നിയത നിശ്ചയം തീർച്ചയായും ഇതി ഇപ്രകാരം വിശ്വാസ്യ പശുപാൻ പശുപന്മാരെ വിശ്വസിപ്പിച്ചിട്ട് അഹോ കിംന ആയാധോ ഗിരിഭ്യത് ഇതി അത്ഭുതം എന്താണ് ഇന്ദ്രൻ വരാത്തത് എന്നിങ്ങനെ സഞ്ചിത്യ നിവസൻ ചിന്തിച്ചിട്ട് വസിക്കുന്ന മരുദ്ഗേഹാദീശ ശ്രീ ഗുരുവായൂരപ്പ പ്രണുത നശിപ്പിക്കണമേ മുരവൈരിൻ മുരവൈരിയായ ശ്രീ ഗുരുവായൂരപ്പ മമ ഗദാൻ എന്റെ രോഗങ്ങളെ. ശ്ലോകാർത്ഥം: ദേവേന്ദ്രൻ ക്രുദ്ധനായി എങ്കിൽ ദ്വിജശ്രേഷ്ഠരുടെ കരുണ കൊണ്ടും ഗോവർദ്ധന പർവ്വതത്തിന്റെ കാരുണ്യം കൊണ്ടും നമുക്ക് ദുഃഖം ഉണ്ടാകുകയില്ല എന്നത് തീർച്ചയാണ് എന്നിങ്ങനെ ആ പശുപന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആശ്ചര്യം ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവനായി മുരാന്തകനായ ശ്രീ ഗുരുവായൂരപ്പ എന്റെ രോഗം നിശേഷം നീക്കിക്കളയണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.